എല്ലാവർക്കും നമസ്കാരം. എല്ലാവരും വീടുകളിൽ സുരക്ഷിതരായിരിക്കുന്നു എന്ന് വിചാരിക്കുന്നു. സ്റ്റേ ഹോം, സ്റ്റേ സേഫ്. അപ്പോൾ ഇന്നൊരു ലോക്ക്ഡൗൺ റെസിപ്പി എന്നൊക്കെ തന്നെ പറയാം കേട്ടോ. നമ്മൾ മിക്കവാറും ആൾക്കാർ ഈ കോവയ്ക്ക് വാങ്ങിക്കുമ്പോൾ ഫേസ് ചെയ്യുന്നൊരു പ്രശ്നമാണ് ഉള്ളു മുഴുവൻ ചുവന്നിരിക്കുക എന്നുള്ളത്. മിക്കവാറും ഒരുപാട് മൂത്തതോ പഴുത്തതോ ആയാലും കോവയ്ക്കായിരിക്കും ഞങ്ങൾക്കൊക്കെ ഇവിടെ കിട്ടുന്നത് കേട്ടോ. പൈസ കൊടുത്ത് വാങ്ങിയിട്ട് വേസ്റ്റ് കളയേണ്ട ഒരു അവസ്ഥ പലപ്പോഴും വരാറുണ്ട്. അപ്പോൾ അങ്ങനെ ഇരിക്കുമ്പോൾ എനിക്ക് കിട്ടിയ കോവയ്ക്കെന്ന് പറഞ്ഞൊരു ഐഡിയ ആണ് ഇന്നത്തെ റെസിപ്പി. നിങ്ങൾക്ക് എല്ലാവർക്കും വളരെയധികം യൂസ്ഫുൾ ആവുമെന്ന് എനിക്ക് ഉറപ്പാണ്. അപ്പോൾ എല്ലാവരും കണ്ടു നോക്കൂ. ഇഷ്ടപ്പെട്ടാൽ ഷെയർ ചെയ്യാനും മറക്കരുത് കേട്ടോ. അപ്പോൾ നമുക്കിനി വീഡിയോയിലേക്ക് പോവാം. ഇത് ഞാൻ കടയിൽ പോയിട്ട് വാങ്ങിയപ്പോൾ കിട്ടിയ കോവയ്ക്കകളാണ് കേട്ടോ. നമുക്ക് തുറന്നൊന്നും നോക്കി വാങ്ങിക്കാൻ പറ്റില്ലല്ലോ. അപ്പോൾ കിട്ടിയതിൽ 1/4 ഭാഗവും എനിക്ക് പഴുത്തു പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ കണ്ടുപിടിച്ചതാണ് ഈ ഐഡിയ. അപ്പോൾ ആദ്യം നമുക്കതിനെ നല്ലവണ്ണം കഴുകിയെടുത്തിട്ട് ഇതുപോലെ ഇങ്ങോട്ട് 4 പീസായിട്ട് കട്ട് ചെയ്തെടുക്കാം. നീളത്തിലാണ് കട്ട് ചെയ്തെടുക്കുന്നത് നല്ലത് കേട്ടോ. റൗണ്ടിനേക്കാൾ എനിക്ക് നന്നായി തോന്നിയത് നീളത്തിൽ കുറച്ച് കനത്തിൽ തന്നെയാണ്. ഞാനിത് ഒരു കോവയ്ക്ക് 4 പീസാക്കി കട്ട് ചെയ്തിട്ടേ ഉള്ളൂ. ഇതുപോലെ നമുക്ക് കട്ട് ചെയ്തെടുക്കാം. ഒരുപാട് പഴുത്ത് ചീഞ്ഞു പോയ മാതിരിയുള്ളത് നമുക്ക് ഉപയോഗിക്കാൻ പറ്റില്ല. പക്ഷേ പഴുത്ത് തുടങ്ങിയ സാധനങ്ങൾ നമുക്ക് നന്നായി ഉപയോഗിക്കാം. ഇതിന് നല്ലോണം പഴുത്തതും ഉണ്ടായിരുന്നു. ഇതുപോലെ 4 പീസാക്കിയിട്ട് കട്ട് ചെയ്തിട്ടുണ്ട്. എല്ലാം റെഡി ആയിട്ടുണ്ട്. കണ്ടോ, നല്ലവണ്ണം ചുവപ്പൊക്കെയുള്ളുണ്ട്. ഇനി നമുക്കിതിനെ ഒരു പാത്രത്തിലേക്ക് ഇടാം. എന്നിട്ട് നമുക്കിതിന് ആവശ്യമായ മസാലകളൊക്കെ ഇട്ട് കൊടുക്കാം. മസാല എന്ന് പറയാൻ കാര്യമായ മസാലകളൊന്നും ഇട്ട് കൊടുക്കുന്നില്ല. ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പ്, ഒരു നുള്ള മഞ്ഞൾപ്പൊടി, ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, ഒരു 1.5 ടീസ്പൂണോളം മുളക് പൊടി ഇട്ടുണ്ട്. ഇത്തിരി ഉപ്പും മുളക് പൊടിയും നല്ലോണം വേണം കേട്ടോ. ഇനി ഇതിനെ നമുക്ക് നന്നായി കൈകൊണ്ട് നന്നായി ഒന്ന് തേച്ച് പിടിപ്പിക്കണം എല്ലാ സ്ഥലത്തേക്കും. ഇതിനെ നമ്മൾ ഇനി ഇതിങ്ങനെ വെക്കുകയൊന്നും വേണ്ട കേട്ടോ. വെള്ളം ഇറങ്ങാൻ പാടില്ല. നമുക്ക് ഇതിനെ പെട്ടെന്ന് തന്നെ കുക്ക് ചെയ്യണം. ഇനി ഇതിൽ വെള്ളം ഒഴിച്ചല്ല നമ്മൾ കുക്ക് ചെയ്യുന്നത് കേട്ടോ. അതിനെ ഞാൻ ഒരു സ്റ്റീം ഇതാണ് എടുക്കുന്നത്. സ്റ്റീമർ വെച്ചിട്ട് അതിലേക്കാം. അപ്പോൾ അത്രയും നമുക്ക് വെള്ളം വേറെ കണ്ടൻറ്റ് വരില്ല. വെള്ളം ഒഴിച്ച് വേവിച്ച് കഴിഞ്ഞാൽ നമുക്കിത് കൊണ്ടാട്ടം പോലെ ഉണ്ടാക്കാൻ നന്നാവില്ല കേട്ടോ. അപ്പോൾ ഇത് വെച്ചിട്ടുണ്ട്. എല്ലാം ഒന്ന് വേവട്ടെ. ഇത് ഓവർ കുക്ക്ഡ് ആവരുത് കേട്ടോ. ഒരു 5 മുതൽ 8 മിനിറ്റ് വരെ മാത്രമേ എനിക്കിത് കുക്ക് ചെയ്യേണ്ടി വന്നുള്ളൂ. ഇപ്പോൾ ഇതാ ഒരു 5-6 മിനിറ്റ് കഴിഞ്ഞപ്പോൾ ഞാൻ തുറന്നു നോക്കിയിട്ടുണ്ട്. ഇടയിൽ ഞാനൊന്ന് തുറന്നു നോക്കിയിരുന്നു കേട്ടോ. അപ്പോൾ ഇതാ പെർഫെക്റ്റ് ആയിട്ട് കുക്കായി വന്നിട്ടുണ്ട്. ഇനി ഇതിനെ ഒരു പാത്രത്തിലേക്ക് മാറ്റാം. നമുക്ക് പരന്ന പ്ലേറ്റിലിട്ടിട്ട് പ്ലേറ്റിലോ ബട്ടർ പേപ്പറിലോ ഇട്ടിട്ട് നമുക്കിതിനെ വെയിലത്ത് വെച്ച് ഉണക്കാം. ഇതെൻ്റെ ബാൽക്കണിയിൽ വെച്ചിട്ട് തന്നെ ഉണങ്ങി. ഇതൊരു 3-4 ദിവസം എടുത്തു കേട്ടോ എനിക്ക് നന്നായി ഉണങ്ങാനായിട്ട്. ഇപ്പോൾ ഇതാ നല്ലവണ്ണം ഉണങ്ങി വന്നിട്ടുണ്ട്. ഡ്രെയിൻ ഔട്ടായതുകൊണ്ട് ഇതൊന്ന് തണുത്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് പാത്രത്തിലിട്ട് വെക്കാം. ഇനി ഇതൊന്ന് വറുത്തെടുത്ത് നോക്കാൻ പോകണം കേട്ടോ. എങ്ങനെയുണ്ട്? നല്ല ചൂടായ എണ്ണയിലേക്ക് കണ്ടോ നന്നായി മൊരിഞ്ഞ് വരുന്നുണ്ട് നമ്മുടെ കോവയ്ക്ക കൊണ്ടാട്ടം. ഇത് നല്ലൊരു ടേസ്റ്റ് ഉണ്ട് കേട്ടോ. നമ്മുടെ കേർഡ് റൈസിൻ്റെ കൂടെ നല്ലൊരു കോമ്പിനേഷനായിട്ട് എനിക്കിത് ഫീൽ ചെയ്തിട്ടുണ്ടായിരുന്നു. ഒരു വെറൈറ്റി കൊണ്ടാട്ടം. നമുക്കിപ്പോൾ നല്ല ചൂടുകാലമാണ്. ഇതുകൊണ്ട് തന്നെ ഇത് ബാക്കിയൊക്കെ വരികയാണെങ്കിൽ ഉണ്ടാക്കാം. നമുക്ക് ലോക്ക്ഡൗൺ ഒക്കെ ആയതുകൊണ്ട് വീട്ടിൽ തന്നെയുള്ള സാധനങ്ങൾ കൊണ്ട് ഉണ്ടാക്കിയെടുക്കുകയും ചെയ്യാം. അധികം ബുദ്ധിമുട്ടൊന്നുമില്ല. നല്ലവണ്ണം പൊരിഞ്ഞ് വരുന്നുണ്ട്. അപ്പം നമുക്കിതിനെ മാറ്റാം. ഇനി ഒരു പാത്രത്തിലേക്ക് മാറ്റാം. ഇത് എടുത്ത് വെക്കുകയും ചെയ്യട്ടെ. വറുത്തിട്ട് നമുക്കൊരു 2-3 ദിവസമൊക്കെ നന്നായി വെക്കാം. എയർ ടൈറ്റ് ബോക്സിൽ ആക്കി വെച്ചാൽ മതി. കണ്ടോ, നല്ല കളറും നല്ലൊരു ടേസ്റ്റും ഉണ്ട്. എരിവും ഉപ്പും ഒക്കെ പാകത്തിന് എനിക്ക് ഫീൽ ചെയ്തു. ഒരു പീസ് കഴിച്ച് നോക്കട്ടതാ. കണ്ടോ, നല്ല മുരിഞ്ഞിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. ഇനി മുതൽക്ക് കോവയ്ക്ക കളയാനേ പാടില്ല കേട്ടോ. അപ്പോൾ ഇന്നത്തെ ഈ റെസിപ്പിയും നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ടുണ്ടാകുമെന്ന് തന്നെയാണ് എൻ്റെ പ്രതീക്ഷ കേട്ടോ. യൂസ്ഫുൾ ആയിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ഈ വീഡിയോ ഷെയർ ചെയ്യാൻ മറക്കരുത്. എല്ലാവർക്കും യൂസ്ഫുൾ ആയിട്ടുള്ള ഇതുപോലത്തെ വീഡിയോയുമായിട്ട് ഇനിയും വരാം. ബൈ. താങ്ക് യു.